ഫെറൂസിയോ ലംബോർഗിനിയെ എൻസോ ഫെറാറി ഇൻസൾട്ട് ചെയ്തതിനു ശേഷം പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ഈ വീഡിയോ മുഴുവനായി കാണുക. ഒരു ഇറ്റാലിയൻ സൂപ്പർ കാർ നിർമ്മാണ കമ്പനിയാണ് ലംബോർഗിനി എന്നത്. ഫെറൂസിയോ ലംബോർഗിനിയാണ് ഇതിന്റെ സ്ഥാപകൻ. ഫെറൂസിയോ ലംബോർഗിനി ഒരു ട്രാക്ടർ നിർമ്മാണ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് എയർ കണ്ടീഷനിങ്, അതുപോലെ തന്നെ ഹീറ്റിംഗ് സിസ്റ്റംസ് ഇതെല്ലാം ഉണ്ടായിരുന്നു. ഈ ബിസിനസ്സുകളെല്ലാം റിച്ച് ആയതിനു ശേഷം അദ്ദേഹം കുറച്ച് സ്പോർട്സ് കാറുകൾ വാങ്ങി. അങ്ങനെ വാങ്ങിയ ഒന്നായിരുന്നു ഫെറാറിയുടെ ഒരു സ്പോർട്സ് കാർ. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് ഒരിക്കൽ അതിന്റെ ക്ലച്ചുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയൊരു പോരായ്മ ഫീൽ ചെയ്തു. പിന്നീട് അദ്ദേഹം അത് ചെക്ക് ചെയ്തു. അദ്ദേഹത്തിന് ട്രാക്ടറുകളെ പറ്റിയും ഓട്ടോമൊബൈലുകളെ പറ്റിയും നല്ല ധാരണ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് ചെക്ക് ചെയ്യാൻ പറ്റി. അദ്ദേഹം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പിടികിട്ടിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ട്രാക്ടറിൽ ഉപയോഗിക്കുന്ന അതേ ക്ലച്ചിന്റെ പാർട്സ് ഒക്കെ തന്നെയാണ്, അല്ലെങ്കിൽ അതേ ക്വാളിറ്റിയുള്ള പാർട്സ് ഒക്കെ തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന കാറിലും ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് പിടികിട്ടി. അപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം ചെയ്തത്. നേരെ ഫെറാറി കമ്പനിയിൽ ചെന്നു ഫെറാറിയുടെ ഓണറായിട്ടുള്ള എൻസോ ഫെറാറിയെ കണ്ടു. എൻസോ ഫെറാറിയെ കണ്ടപ്പോൾ എൻസോ ഫെറാറി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നല്ലത് ട്രാക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ പോയി ട്രാക്ടറിൻ്റെ പണികളൊക്കെ ചെയ്യും എന്നതായിരുന്നു പറഞ്ഞത്. ഇതിൽ നിന്നും ഈ ഒരു ഇൻസൾട്ടിങ് കിട്ടിയതിന് ശേഷമാണ് ലംബോർഗിനി ഇന്ന് കാണുന്ന തരത്തിലുള്ള ലംബോർഗിനി കമ്പനിയായത്. പിന്നീടാണ് 1963 അദ്ദേഹം കമ്പനി തുടങ്ങുന്നത്. ഓട്ടോമൊബൈലി ഫെറൂസിയോ ലംബോർഗിനി എന്ന പേര്. അദ്ദേഹം പുറത്തിറക്കിയ മെറിയു എന്ന മോഡലാണ് ഇന്ന് നമ്മൾ കാണുന്ന സൂപ്പർ കാറുകളിൽ വെച്ചിട്ട് ആദ്യത്തെ സൂപ്പർ കാറായിട്ട് കരുതപ്പെടുന്ന ഒരു മോഡൽ. അപ്പോൾ അങ്ങനെ ഒരു ഇൻസൾട്ടിങ് കിട്ടിയതിനു ശേഷമാണ് അദ്ദേഹം ആ ഒരു കാർ കമ്പനി തുടങ്ങുന്നതിനെ പറ്റി അദ്ദേഹം ആലോചിക്കുന്നത്. പിന്നീട് ആ കാർ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും തരത്തിലൊരു തിരിച്ചടി എവിടെയെങ്കിലും വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇൻസൾട്ടിങ്ങോ മറ്റോ കിട്ടിക്കഴിഞ്ഞാൽ, നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന ആരാണോ അല്ലെങ്കിൽ നമ്മളെ പരിഹസിക്കുന്ന ആളാരാണോ അയാളോട് നമ്മൾ പ്രതികാരം ചെയ്യേണ്ടത് നമ്മൾ എന്താണ്, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് കാണിച്ചു കൊടുത്തിട്ടാണ്. പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മൾ അത് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ അയാൾക്ക് വേണ്ടിയിട്ടുള്ള പ്രതികാരം ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കഥ. ഇന്നത്തെ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാർ ഫാക്ട്സ് ആൻഡ് ഹിസ്റ്ററിയുടെ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ.